വിമർശനമാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹവും ലെക്സ് ഫ്രീഡ്മാനുമായുള്ള പോഡ്കാസ്റ്റ് ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ആത്മാവ് വിമർശനമാണ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായ വിമർശനം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് യഥാർത്ഥ വിമർശനങ്ങളല്ല. അതിന് കൃത്യമായ പഠനവും ഗവേഷണവും വേണം. ഇന്ന് ആളുകൾ കുറുക്കു വഴി തേടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിമർശനം കുറുക്കുവഴി തേടുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയെ ജസ്റ്റ് ഒരു നിമിഷം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇവിടെ ഫ്രീഡം, അതായത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2010 പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 40 പക്ഷേ 2023 ആയപ്പോഴേക്കും പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 111 താണു. അപ്പോൾ ഇവിടെ ഫ്രീഡം ഉണ്ട്, ഡെമോക്രസിയിൽ വിമർശനത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. അത് അദ്ദേഹം തടസ്സപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭരണകൂടം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അതോ അദ്ദേഹം ഗവേഷണം നടത്താതെയാണോ ഈ പ്രസ് ഫ്രീഡം ഇത്രയധികം വെട്ടിക്കുറച്ചത്? കാരണം നമുക്കറിയാം, പ്രസ് എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ 4ാമത്തെ തൂണാണ്. ഭരണചക്രം തിരിക്കുന്ന പ്രധാനമന്ത്രി അടങ്ങുന്ന ഭരണകൂടം എന്ന് പറയുന്നത് 2ാമത്തെ തൂണാണ് എങ്കിൽ 4ാമത്തെ തൂണാണ്. അത് 4 തൂണുകളും, തൂണ് 1, 2, 3, 4 എന്ന് എണ്ണേണ്ട കാര്യമില്ല. 4 തൂണുകളും ഒരു സൗധത്തെ സംബന്ധിച്ച് ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ അതിലെ 4ാമത്തെ തൂണായ പ്രസിന്റെ ഫ്രീഡം, അതായത് മാധ്യമങ്ങളുടെ ഫ്രീഡം എത്ര കണ്ട് വെട്ടിക്കുറച്ചു. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം അഭിപ്രായങ്ങൾ പറയുന്നതിനെ ശക്തമായി ഇടപെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ടല്ലേ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, ആഗോള ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടേത് 111 അധപ്പതിച്ചു പോയത് എന്ന് ചോദിച്ചു പോവുകയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, വേറെ അദ്ദേഹത്തിൻ്റെ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ, അതായത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ മനസ്സ്, ധൈര്യശാലിയായ നേതാവ്, തീരുമാനമെല്ലാം സ്വന്തം. ട്രംപിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ മനസ്സ്, ധൈര്യശാലിയായ നേതാവ്, തീരുമാനമെല്ലാം സ്വന്തം. ഇപ്പോൾ ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി ഭരണമേറ്റതിന് ശേഷം ആഗോള തലത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പം ചിന്താശക്തിയുള്ള ആരും ചിന്തിച്ചു പോകും. സ്വർണത്തിന്റെ വില 66,000, 1 പവൻ സ്വർണത്തിന്റെ വില 66,000, അതായത് ഏറ്റവും ഉയർന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റുകൾ എല്ലാം കരടിയുടെ പിടിയിലാണ്, ബെയറിഷാണ്. അതുപോലെ തന്നെ ഡോളറിന്റെ മൂല്യം മറ്റ് കറൻസികളുടെ മൂല്യവുമായിട്ട് നോക്കുമ്പോൾ ഡോളറിന്റെ മൂല്യം ഉയർന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഡോളർ 87 ആണ് ഒരു ഡോളറിന്റെ രൂപയുമായിട്ടുള്ള മൂല്യം. അപ്പൊ ഈ തരത്തില്, അത് മാത്രവുമല്ല, ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് മറ്റു രാജ്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും ട്രംപിനെ വിശേഷിപ്പിക്കാനല്ലാതെ, സ്തുതിക്കാനല്ലാതെ ട്രംപിനോട് ശക്തമായി രോഷപ്രകടനം നടത്താൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കഴിയില്ല. കഴിയുമായിരുന്നു എങ്കിൽ അവിടെ ഇല്ലീഗലായിട്ട് കയറിയ മൈഗ്രൻസ് ആണ്, ശരിയാണ്, ഇന്ത്യക്കാര് ഇല്ലീഗലായിട്ട് കയറിയവര്, വിസ ഇല്ലാതെ കടന്നു കയറിയ ഇമിഗ്രൻസിനെയാണ് പുരുഷന്മാരെ കയ്യാമം വെച്ച് പ്ലെയിനിൽ കയറ്റി ഇങ്ങോട്ട് തിരിച്ചയച്ചത്. അപ്പൊ ഈ കയ്യാമം വെച്ച് തിരിച്ചയച്ചു എന്നുള്ളതാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 രൂപീകരിക്കപ്പെട്ട വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ലേബർ ഫ്രീ ആണ്. അതായത് ലോകത്ത് എവിടെയും ലേബറിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ, അതായത് യാത്ര ചെയ്യാനും ജോലി സ്വീകരിക്കുവാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ട്രംപ്
സ്വമേധയാ ഇങ്ങനെ ട്രംപും US ഈ WTOയിലെ ഒരു മെമ്പർ കൺട്രി തന്നെയാണ്. അപ്പൊ അതിലെ മെമ്പർ കൺട്രി ആയിരിക്കെ ആ നിയമത്തെ തീർച്ചയായും മാനിക്കേണ്ടതാണ്. ആ നിയമം മാനിക്കാതെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു, മറ്റു വേറെ ചില രാജ്യങ്ങളിലേക്ക് വേറെ തരത്തിൽ വളരെ മോശമായ രീതിയിൽ തന്നെ, അതായത് മനുഷ്യന്റെ വ്യക്തിത്വത്തെ തീർത്തും ഹനിക്കുന്ന തരത്തില് അവരെ വെറും അടിമകളാക്കുന്നത് പോലെ, അടിമകളിലും മോശമാക്കുന്നത് പോലെ, അടിമകൾക്ക് പോലും നിവർന്നു നിൽക്കാമല്ലോ, ഇത് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെയൊക്കെ അവരുടെ സ്വന്തം രാജ്യത്തേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ നാട് കടത്തുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ട്രംപ് ഒരു ധൈര്യശാലിയാണെന്നോ നല്ല നേതാവാണെന്നോ പറയണമെങ്കിൽ വലിയ തൊലിക്കട്ടി തന്നെ വേണം. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകണം. അതായത് നിയമപരമായിട്ട് തൊഴിലാളികൾക്ക് ആഗോളതലത്തിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം WTO കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവർ, അതായത് അവര് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, ശരിയാണ്, അത് തെറ്റാണ്, ശരി, അവരെ തിരിച്ചയച്ചോളൂ. പക്ഷെ തിരിച്ചയക്കുന്നതിനും ചില മാന്യതകളൊക്കെ വേണം. അപ്പോൾ ഇന്ത്യയെ തന്നെ ചങ്ങലക്കിട്ട് തിരിച്ചയക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് നല്ല സാധാരണ രീതിയിൽ മനുഷ്യ വ്യക്തിത്വത്തെ ആദരിക്കുന്ന ആർക്കും ആ തരത്തില് കൈവലം കിട്ട് അവര് വേറെ ഒന്നിനും പോയതല്ല. അവര് പിന്നെ എന്താണ്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അതായത് അവർ തൊഴിൽ തേടിപ്പോയി അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അവരെ കണ്ടെത്തുന്നു, അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണെന്ന് കണ്ടു, ശരി, അവരെ പുറത്താക്കിക്കോളൂ, തെറ്റില്ല, അവരെ ഫൈൻ ചെയ്തോളൂ, തെറ്റില്ല. പക്ഷേ ചങ്ങലക്കിട്ട് പ്ലെയിനിൽ കയറ്റി അവർക്ക് നിന്ന് തിരിയാൻ വയ്യാത്ത രീതിയിൽ ചങ്ങലക്കിട്ട് തിരിച്ചയക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു തമാശയാണ് ആ ധൈര്യശാലിയായ ട്രംപ് കാണിച്ചത് എന്ന് പറയാതെ നിവൃത്തിയില്ല. പിന്നെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ലോകം നമ്മെ ശ്രദ്ധിക്കുന്നു. കാരണം നമ്മുടേത് ശ്രീബുദ്ധന്റെ നാടാണ്. ശ്രീബുദ്ധൻ തീർച്ചയായും സമാധാന കാംക്ഷിയായിരുന്നു. അതുകൊണ്ട് ശ്രീബുദ്ധന്റെ നാടാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ അദ്ദേഹം എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുന്നത്? ഉദാഹരണത്തിന് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ അല്ലേ ഒരു വലിയ പരിധി വരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ 2023 മുതൽ നാം കാണുന്നത്? യേശുക്രിസ്തുവിനോളം അത്ര തന്നെ, അതായത് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട യേശുക്രിസ്തു ആർക്കു വേണ്ടിയാണ് നിലകൊണ്ടത്? സർവ്വസാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. നിനക്ക് ഒന്നിലേറെ വസ്ത്രമുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവന് ഒന്ന് കൊടുക്കുക എന്ന് പറയത്തക്ക രീതിയിൽ അത് കേട്ടിട്ടാണ് മഹാത്മാഗാന്ധിയും ആ കർമ്മം ചെയ്തത്. അതായത് ഓർമ്മയുണ്ടല്ലോ, ഒരു സ്ത്രീ ഒരു പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് മാറി ഉടുക്കാൻ വേറൊരു തുണിയില്ല, ഉടുത്തിരുന്ന തുണി കഴുകി ഉണങ്ങാനിട്ടു, അതിനവർ വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു, അങ്ങനെ മുണ്ട ഉണങ്ങുന്നതിന് വേണ്ടി. അപ്പം മഹാത്മാഗാന്ധി തൻ്റെ മേൽമുണ്ടെടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിനക്ക് ഒന്നിലധികം വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക എന്ന, അങ്ങനെ ആ തരത്തില്. അപ്പൊ അതുപോലെ പാവങ്ങളെ സംരക്ഷിക്കാൻ വന്ന് പാവങ്ങൾക്ക് വേണ്ടി കുരിശുമരണം ഏറ്റുവാങ്ങിയ ആളാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനേക്കാൾ വലിയ ആളാണോ ശ്രീബുദ്ധൻ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അങ്ങനെ, പക്ഷേ അതുകൊണ്ട് ശ്രീബുദ്ധനെ ഒരു തരത്തിലും ചെറുതാക്കി കാണാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ശരിയായിട്ട് സമാധാനകാംക്ഷി തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ലാതെ. അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് മഹാരഥന്റെയും സമശീർഷൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലാതാനും. പിന്നെ അദ്ദേഹം പറയുന്നു, അതേ പോഡ്കാസ്റ്റിൽ തന്നെ നമ്മുടെ നരേന്ദ്രമോദി പറയുന്നു, എൻ്റെ ശക്തി എൻ്റെ പേരിലല്ല, മറിച്ച് 1.4 ബില്യൺ ഇന്ത്യക്കാരുടെയും പേരിൽ. അതായത് ഇന്ത്യയിലെ ജനം, ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യ 1.4 ബില്യൺ, അതായത് 140 കോടി ജനം. ആ 140 കോടി ജനത്തിന്റെ പേരിലാണ് എൻ്റെ ശക്തി എന്ന് അദ്ദേഹം പറയുന്നു. അത് നല്ല കാര്യം. അപ്പൊ ഞാൻ വീണ്ടും യേശുക്രിസ്തുവിനെ പറ്റി ആലോചിക്കുകയാണ്. യേശുക്രിസ്തു, അതായത് ലോകത്തെ ഏറ്റവും വലിയ റിലിജനാണ് ക്രിസ്ത്യാനിറ്റി. 138 കോടി ജനങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളത്. അതിലെ പല വിഭാഗങ്ങൾ കാണും, പക്ഷെ എല്ലാ വിഭാഗങ്ങളും കൂടി 138 കോടി. അതേ സമയത്ത്
ഇന്ത്യയിലെ ഈ 140 കോടി ജനം എന്ന് പറയുന്നത് അതിന്റെ 18% മുസ്ലിംസ് ആണ്, 2% ക്രിസ്ത്യാനികളാണ്, 2.5-3% ക്രിസ്ത്യാനികളാണ്. അങ്ങനെ പല പല ജാതികളായിട്ട് തിരിയും. അപ്പോൾ അവിടെ ഒരു കാരണവശാലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 138 കോടിയുണ്ട് ലോകത്ത് എങ്കിൽ ഹിന്ദു പോപ്പുലേഷൻ 140 കോടിയില്ല, അതിനേക്കാളൊക്കെ വളരെ താഴെയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ 140 കോടി ജനങ്ങളിലാണ്, 1.4 ബില്യൺ ജനങ്ങളിലാണ്. ശരി, അത് അദ്ദേഹം എപ്പോഴും മനസ്സിൽ ഉൾക്കൊണ്ടാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്കിൽ നമുക്ക് ഗോദ്ര സംഭവത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഗോദ്ര സംഭവം, അതായത് അദ്ദേഹം റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്ന ആളായിരിക്കണമല്ലോ. ശ്രീബുദ്ധനെ പോലെയുള്ള ആളാണെങ്കിൽ അദ്ദേഹം റിലീജിയസ് ഫ്രീഡം കൊടുക്കേണ്ടതാണ്. ആ റിലീജിയസ് ഫ്രീഡത്തെ അഭിനന്ദിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? ഗോദ്ര സംഭവത്തെ പറ്റി നമുക്ക് ആലോചിച്ച് നോക്കാം. 2002 അദ്ദേഹം മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഗോദ്ര സംഭവം ഉണ്ടാകുന്നത്. അത് മുസ്ലിംസിനെതിരായിട്ടുള്ള ഒരു റയട്ട് ആയിരുന്നു. ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ഹിന്ദുക്കൾ നടത്തിയ ഒരു റയട്ട് ആയിരുന്നു. അപ്പൊ ആ റയട്ടില് എത്ര പേർ മരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് സംഭവിച്ചു ആ റയറ്റിന് ശേഷം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ റയറ്റിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി, അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ വിസയ്ക്ക് ശ്രമിച്ചു. പക്ഷെ അമേരിക്ക വിസ നിഷേധിച്ചു. എന്തുകൊണ്ടാണ് അമേരിക്ക നിഷേധിച്ചത്? അമേരിക്കയുടെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയസ് ഫ്രീഡം ഒരു റിലീജിയസ് ഫ്രീഡം വകുപ്പുണ്ട്. ആ വകുപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഏത് രാജ്യത്തൊക്കെയാണ് അവരുടെ റിലീജിയസ് ഫ്രീഡം ഹനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വകുപ്പാണത്. ആ വകുപ്പിന്റെ പഠനം അനുസരിച്ച് 2002 ഗോദ്ര സംഭവം ശരിക്ക് ഹിന്ദുക്കൾ മുസ്ലിംസിനെതിരായിട്ട് നടത്തിയ ഒരു റയട്ടായിരുന്നു. അതിനെ ചുക്കാൻ പിടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ആ വർഷം നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലേക്കുള്ള വിസ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം 2023 സംഭവിക്കുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ 2002 അദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ എങ്കിൽ 2023 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? 2023 ഏപ്രിൽ 28, അതായത് കുക്കികളും മെയ്തികളും, മണിപ്പൂരിലെ കാര്യമാണ് പറയുന്നത്. അവിടെ കുക്കികൾ ആദിവാസികളാണ്, പക്ഷെ അധികവും ക്രിസ്ത്യാനികളാണ്. മെയ്തികൾ അവിടുത്തെ സവർണ ഹിന്ദുക്കളാണ്. അപ്പൊ കുക്കികളും മെയ്തികളും തമ്മിൽ വലിയ സംഘർഷം മണിപ്പൂരിൽ കാലാകാലങ്ങളിൽ, ഒരു പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായ കാലം തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ. അപ്പോൾ മെയ്തികൾക്ക് വേണ്ടത് കുക്കികൾക്കുള്ളതുപോലെ ആദിവാസികൾ, അതായത് ST ട്രൈബൽ എന്നുള്ള ആ പേരാണ്. ആ പേരിന്റെ പേരിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, തൊഴിൽ റിസർവേഷൻ തൊട്ടുള്ള എല്ലാത്തരം ആനുകൂല്യങ്ങളും മെയ്തികൾക്കും ലഭ്യമാകണം. അപ്പൊ അതുകൊണ്ട് അവരെ കൂടി ഈ റിസർവേഷൻ പട്ടികയിൽ ST വിഭാഗത്തിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. ആ ഡിമാൻഡ് കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ അനുവദിച്ചു കൊടുത്തില്ല. കാരണം കുക്കികൾ യഥാർത്ഥ ST, അതായത് ട്രൈബൽസ് ആണ്. അതേസമയത്ത് മെയ്തികൾ സമതലത്തിൽ ജീവിക്കുന്ന സവർണവർഗക്കാരാണ്. അതറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷേ ബീരൻ സിംഗ്, അതായത് ഒരു BJP മുഖ്യമന്ത്രി തന്നെ അവിടെ ഭരണത്തിലെത്തി, മണിപ്പൂരിലെ ഭരണത്തിലെത്തി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഡബിൾ എഞ്ചിൻ, അതായത് കേന്ദ്രത്തിലും BJP, സംസ്ഥാനത്തും BJP, അങ്ങനെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു, മെയ്തികൾ വിചാരിച്ചു, ഇപ്പോൾ ഞങ്ങളുടെ ഡിമാൻഡ് നടപ്പാക്കിയെടുക്കുക വളരെ എളുപ്പമാണ്, വളരെ നല്ലതാണ്, ഇതാണ് സമയം, അതിന് ചേരുന്ന സമയം എന്ന് വിചാരിച്ച് അവർ കരുനീക്കങ്ങൾ നടത്താൻ തുടങ്ങി. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം വായിക്കുകയാണെങ്കിൽ, മണിപ്പൂരിന്റെ റയറ്റിന്റെ ഒക്കെ കഥ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഈവൻ ബിരേൻ സിംഗ് ഗവൺമെന്റിന്റെ പോലീസും പട്ടാളവും ഒക്കെ തന്നെ മെയ്തികളെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടേയിരുന്നു കുക്കികൾക്കെതിരായിട്ട്. അങ്ങനെ ഇരിക്കെ 2023 ഏപ്രിൽ 28 അവിടുത്തെ ഒരു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നു.
മെയ്തികൾക്കും ST പദവി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്, അഥവാ അവർക്കും അത് കൊടുക്കാം എന്ന അർത്ഥത്തിലുള്ള ഒരു ഉത്തരവ് വരുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ഇത് കേട്ടതോടെ ഏപ്രിൽ 28-നാണ് ഈ ഉത്തരവ് വരുന്നത്. അതിനെ തുടർന്ന് ഇത് പുറത്തു വന്നതോടെ കുക്കികൾ അക്രമാസക്തരായി. അങ്ങനെയാണ് മെയ് 3 മുതലുള്ള കുക്കി മെയ്തി റയറ്റ്, അതായത് സത്യം പറഞ്ഞാൽ വംശ വെറിയായിരുന്നു അവിടെ. അതായത് 2 തരം ആദിവാസികളും അതുപോലെ തന്നെ സവർണരും തമ്മിലുള്ള ഒരു കലാപമായിരുന്നു അവിടെ ഉണ്ടായത്. ആ കലാപം പക്ഷേ ഇന്ത്യ അറിഞ്ഞതേ ഇല്ല അങ്ങനെ ഒരു കലാപം നടക്കുന്നു എന്നുള്ളത്. പത്രങ്ങളിൽ വരുന്ന വളരെ ശുഷ്കമായ നോളജ് അല്ലാതെ ഇന്റർനെറ്റ് വഴിയോ അങ്ങനെയൊക്കെയുള്ള യാതൊരു തരത്തിലും, കാരണം ഇന്റർനെറ്റൊക്കെ അപ്പോഴേ കട്ട് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിഞ്ഞു തന്നെ ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ചു. അങ്ങനെ മണിപ്പൂരിൽ നടക്കുന്നത് എന്ത് എന്ന് ലോകമോ ഇന്ത്യയിലുള്ളവരോ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പോലുമോ അറിയാത്ത രീതിയിൽ അത് രഹസ്യമായി സൂക്ഷിച്ചു. എന്തിനാണ് അത് രഹസ്യമായി സൂക്ഷിച്ചത് എന്ന് അപ്പോൾ അധികം താമസിയാതെ തന്നെ ആ മെയ് മാസം തന്നെ 20 എൻ്റെ ഓർമ്മ, നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഗോദ്ര സംഭവത്തിന് ശേഷം ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിൽ പോകാൻ ശ്രമിച്ചപ്പോൾ വിസ നിഷേധിക്കപ്പെട്ടതുപോലെ മണിപ്പൂർ സംഭവത്തിന് ശേഷം, മണിപ്പൂർ സംഭവം കഴിഞ്ഞ് തീർന്നിട്ടില്ല, അപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ നിരനിരയായി നടക്കുമ്പോൾ അതിൻ്റെ ധ്വനി എന്തെങ്കിലും തരത്തിൽ ഈ അമേരിക്കൻ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം വകുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വിസ നിഷേധിക്കുമെന്നറിയാമായിരുന്നത് കൊണ്ടാണ് മനഃപൂർവ്വമായിട്ട് ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ യാത്ര നടത്തിയത്. അമേരിക്കയിൽ പോയി വിസിറ്റൊക്കെ വളരെ സക്സസ്ഫുള്ളായി നടത്തി തിരിച്ചു വരുന്ന വഴി അദ്ദേഹം ഗൾഫ് കൺട്രീസിൽ ഇറങ്ങി അവിടെയും ഏതാനും ദിവസങ്ങൾ കഴിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് പോലും ഇന്റർനെറ്റ് കണക്ഷൻ ശരിയാക്കുന്നില്ല. പക്ഷെ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക അപ്പോഴും. ആ കാലഘട്ടത്തിൽ മുഴുവനും മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് പക്ഷെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പൊതുജനം മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ആ ഫ്രീഡത്തെ പറ്റി, അതായത് നമ്മുടെ പ്രസ് ഫ്രീഡം, അവർ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള ആ ഫ്രീഡം, അത് അദ്ദേഹം എന്തുമാത്രം മാനിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ രണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ അവസാനം സുപ്രീം കോടതി ഇടപെട്ടു. എന്തുകൊണ്ടാണ് ഇതുവരെ മണിപ്പൂരില് ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കാത്തത് എന്ന് ചോദിച്ച് സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് അവിടെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതും. അപ്പോഴാണ് നമ്മൾ നഗ്നകളായി കുക്കി വനിതകളെ കൊണ്ടുപോകുന്നത്, അവരെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്, ഇത്തരം കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെ 167 പള്ളികൾ ആ സമയം കൊണ്ട് തന്നെ കത്തിച്ചിരുന്നു. 258 2024 വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് 258 പേർ മരണപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ച മണിപ്പൂർ ഇൻസിഡൻസ്. പക്ഷെ ആ മണിപ്പൂരില് നമ്മുടെ നരേന്ദ്രമോദി ഇതുവരെ ഒന്ന് പോയിട്ടില്ല. അതിനുശേഷവും അദ്ദേഹം അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും സന്ദർശിച്ചു. അദ്ദേഹത്തിന് സൗഹൃദങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടാകുന്നു. പക്ഷേ അദ്ദേഹം ആ മണിപ്പൂര് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. ആരോടുള്ള വിരോധം കൊണ്ടാണ് മണിപ്പൂർ സന്ദർശിക്കാത്തത്? അത് അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല, പുറത്തു വിടുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല? ഈ 1.4 ബില്യൺ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഞാൻ. അവരുടെ പേരിലാണ് ഞാൻ ജനാധിപത്യത്തെ ആദരിക്കുന്നത്. എൻ്റെ ശക്തി ഈ 1.4 ബില്യൺ ജനങ്ങളുടെ ശക്തിയാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ മണിപ്പൂരിലെ ജനതയെ അദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാതെ പറഞ്ഞു പോകേണ്ടി വന്നു. അതുപോലെ അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശം ഈ പോഡ്കാസ്റ്റിൽ തന്നെ നടത്തിയത്, പരമമായ ശക്തിയാൽ അയക്കപ്പെട്ട ഞാൻ വലിയൊരു ലക്ഷ്യത്തിനായാണ് ഇവിടെ ഉള്ളത്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലുള്ളത്, പരമമായ ശക്തിയാൽ അയക്കപ്പെട്ട ഞാൻ വലിയൊരു ലക്ഷ്യത്തിനായാണ് ഇവിടെ ഉള്ളത്. അത് എന്താണ് എന്ന് നമുക്ക് ഏവർക്കും ഏകദേശം ഊഹിക്കാവുന്നതാണ്. അദ്ദേഹം ഗവേഷണവും ഒക്കെ നടത്തിയാകാം ഇത് പറഞ്ഞത്. പരമമായ ശക്തിയാൽ അയക്കപ്പെട്ട ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം വിഷയം? പരമശക്തൻ എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ, അതല്ലാതെ പരമശക്തനില്ല.
അപ്പൊ പരമശക്തനാൽ അയക്കപ്പെട്ട ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ. അവിടെ തീരുന്നില്ല, വലിയൊരു ലക്ഷ്യത്തിനായാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, എനിക്കൊരു വലിയ ലക്ഷ്യം നിറവേറ്റാനുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഓർത്തു പോവുകയാണ്, അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം രാം ടെമ്പിൾ, അയോധ്യ ക്ഷേത്രം നിർമ്മിതി പൂർത്തീകരിച്ചത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം. മഹാത്മാഗാന്ധി എന്താണ് അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ് എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാന പേജാണ് 250 പേജ്. ആ 250 പേജ് അല്ലെ രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. മൈ റാം ഡസ് നോട്ട് മീൻ ഹിന്ദു റൂൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം, അതായത് ഞാൻ രാം രാം എന്ന് എപ്പോഴും ജപിക്കുന്നു, രാമൻ എൻ്റെ ദൈവമാണ്, രാമൻ ലോകത്തിന്റെ മുഴുവൻ ദൈവമാണ്. പക്ഷെ ഞാൻ രാം രാം എന്ന് വിളിക്കുന്നത് കൊണ്ട് രാമരാജ്യം ഉദ്ദേശിക്കുന്നില്ല, അതായത് ഹിന്ദു ഭരണം ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദുത്വ അല്ല എൻ്റെ ഉദ്ദേശം, ഹിന്ദു ഭരണവുമല്ല. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, അതുപോലെ ഹിന്ദു ഭരണം കൊണ്ടുവരിക, അതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ലോകത്തിന് മുഴുവൻ സ്വർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. മഹാത്മാഗാന്ധി പറയുന്നതും RSSകാരും അദ്ദേഹത്തിന്റെ വാഗ്മിയായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും പറയുന്നതും തമ്മിൽ ഒരു പുലബന്ധം പോലുമില്ല. മഹാത്മാഗാന്ധി എത്ര ദൈഷ്ണികതയോടു കൂടിയാണോ ആ രാം എന്ന് പറഞ്ഞത്, രാംരാജിന് വേണ്ടി പറയുന്നത്, അതിൻ്റെ ഒരു അടുത്ത് പോലും പോകാത്ത രീതിയിലാണ്, ആ ഒരു കോൺസെപ്റ്റ് അംഗീകരിക്കാത്ത രീതിയിലാണ് ഇവിടെ ഞാൻ അയക്കപ്പെട്ടവനാണ്, എൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഹിന്ദുത്വ, ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം പറയാതെ, നരേന്ദ്രമോദി പറയാതെ പറയുകയാണ്. അപ്പോഴും അദ്ദേഹം നമ്മുടെ ഡെമോക്രസിയെ അപമാനിക്കുകയാണോ ആദരിക്കുകയാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഡെമോക്രസി സെക്യുലർ ഡെമോക്രസിയാണ്, മതേതര ജനാധിപത്യമാണ്. ആ മതേതര ജനാധിപത്യത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? എന്നെ അയച്ചവൻ പരമശക്തനാണ്, ആ പരമശക്തന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ആ നരേന്ദ്രമോദി, അദ്ദേഹം ജനാധിപത്യത്തെ, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇപ്പോ എങ്ങനെ വീക്ഷിക്കുന്നു, എങ്ങനെ സംരക്ഷിക്കുന്നു, അദ്ദേഹം തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം തന്നെ ആ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ വേരോടെ പിഴുതെറിയാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നടത്തി ഇനി ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം ഡെമോക്രസി എങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കുക. 2019 ഇലക്ഷൻ സമയത്ത്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ഒരു ഫ്രീ ബി ഇന്ത്യയിലെ പാവപ്പെട്ടവന് എറിഞ്ഞു കൊടുക്കുന്നു. എന്ത് ഫ്രീ ബി ആണ്? സുപ്രീം കോടതി ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ബീസ് കൊടുത്ത് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന്. അന്ന് എന്താണ് ഫ്രീ ബി ആയിട്ട് നരേന്ദ്രമോദി പറഞ്ഞത്? 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്കെല്ലാം 6000 രൂപ, 2000 രൂപ വീതം 3 ഗഡുക്കളായി ഒരു വർഷം 6000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തിനാണപ്പോ? അതായത് ഇന്ത്യയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 50%, 48.8% പേർ കർഷകരാണ് ഇന്ത്യയിൽ. ഈ 48.8% കർഷകരില് 68% കർഷകരും 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉള്ളവരാണ്. എന്ന് വെച്ചാൽ ബഹുകോടികൾ വരുമെന്നർത്ഥം. അവർക്കെല്ലാം 2000 രൂപ വീതം 3 ഗഡുക്കളായിട്ട് 6000 രൂപ ഒരു വർഷം കൊടുക്കും എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല. പക്ഷെ നിത്യദരിദ്രന്റെ കയ്യിലേക്ക് 6000 രൂപ ഒരു വർഷം വെറുതെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ ആ പാർട്ടിക്ക് തന്നെ ഇരിക്കട്ടെ വോട്ട് എന്ന് പറയും. അങ്ങനെ വോട്ട് വാങ്ങി, അതായത് ഫ്രീ ബി കൊടുത്ത് വോട്ട് വാങ്ങി ഭരണത്തിൽ വന്ന് എന്നെ അയച്ച പരമശക്തൻ, എന്നെ അയച്ച പർപ്പസ് എന്താണോ ആ ലക്ഷ്യം നേടുക, അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനോ
ജനാധിപത്യത്തിന് എന്താണ് ശക്തി പകരാനോ ഒന്നുമല്ല ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ പോഡ്കാസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. തന്നെയും മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ഇലക്ട്രൽ ബോണ്ട് അതിനു മുൻപില്ലായിരുന്നു. BJP ഗവൺമെന്റ് വന്ന് 2017 ഇലക്ട്രൽ ബോണ്ട് വരുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം വഴിയായിട്ട് അതുവഴിയായിട്ട് കിട്ടിയ കോൺട്രിബ്യൂഷൻസ്, ഇലക്ഷന് വേണ്ടി കിട്ടിയ കോൺട്രിബ്യൂഷൻസിൽ 70-75% BJP ഗവൺമെന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പല തരത്തില് പണം സംഭരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. അതുമൊക്കെ അദ്ദേഹത്തിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന പല പദ്ധതികളും ഈ തരത്തില്, അതായത് ജനാധിപത്യത്തിന്റെ വേരറുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ. പക്ഷെ ഈ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കയിലും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ പിഴുതെറിയുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമേരിക്കയുടെ ചരിത്രം നോക്കണം. അമേരിക്കയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ജോർജ് വാഷിങ്ടൺ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു സ്വതന്ത്ര അമേരിക്കയുടെ. ജോർജ് വാഷിങ്ടനോട് ആദ്യ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു, ഞാന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു നിങ്ങളോടൊപ്പം, പക്ഷെ അത് ഇതിന്റെ പ്രധാന പ്രസിഡന്റ് ആവുക എന്ന ലക്ഷ്യത്തോടെ അല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ വെറുതെ വിടണം, കഴിവുള്ളവർ മറ്റാര് വേണമെങ്കിലും പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ച ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുന്നതും പ്രസിഡന്റ് ആകുന്നതും. ആ ഒരു ടേം കഴിഞ്ഞു. അടുത്ത ടേമിൽ വീണ്ടും അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും വീണ്ടും ആ പദവിയിലേക്ക് ഞാൻ മത്സരിക്കില്ല. എന്നേക്കാൾ ശക്തർ, എന്നേക്കാൾ മിടുക്കർ ഈ രാജ്യത്തുണ്ട്, അവർ മത്സരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നരേന്ദ്രമോദി 3ാം ഊഴത്തിന് വേണ്ടിയും ശ്രമിക്കുകയാണെന്ന് ഓർക്കുക. 2ാം ഊഴം പോലും വേണ്ട എന്ന് പറഞ്ഞ ജോർജ് വാഷിങ്ടൺ എവിടെ കിടക്കുന്നു? 3ാം ഊഴം വേണം. 2ാം ഊഴത്തിന് വേണ്ടി ഫ്രീ ബി കൊടുത്തു, 6000 കോടി വീതം. ആ 6000 കോടി വീതം കൊടുക്കാൻ അന്ന് ഖജനാവിൽ പണമില്ലായിരുന്നു, കേന്ദ്ര ഖജനാവിൽ. എന്നിട്ട് എന്താ ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട് 1,70,70,000 കോടി ആദ്യത്തെ 2000 രൂപ വീതം ഇലക്ഷന് മുമ്പ് കൊടുക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട്, ബാങ്കിങ് അറിയാവുന്നവർക്കറിയാം, റിസർവ് ഫണ്ട് എടുത്ത് പ്രയോജനപ്പെടുത്തില്ലെന്ന്. പക്ഷേ ആ റിസർവ് ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അത് കേന്ദ്ര ഗവൺമെന്റിൽ ചെന്ന് ആ ഫണ്ട് എടുത്താണ് 2000 രൂപ വീതം ഫ്രീ ബി ആയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത് 2ാം പ്രാവശ്യം നരേന്ദ്രമോദി ഭരണത്തിൽ വന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന ജനാധിപത്യ വിശ്വാസിയും ജോർജ് വാഷിങ്ടൺ എന്ന ജനാധിപത്യ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. ഇനി പോട്ടെ, അങ്ങനെ ജോർജ് വാഷിങ്ടൺ 2ാം തവണ പ്രസിഡന്റ് ആയില്ല. അതേ അമേരിക്കയിൽ തന്നെയാണ് ഓർക്കണം. നമുക്കറിയാവുന്ന ഡെമോക്രസിയുടെ നിർവചനം എന്താണ്? ആ നിർവചനം ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തന്നെ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന ആ മുദ്രാവാക്യം പോലും ആ അമേരിക്കൻ ഡെമോക്രസിയിലാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന കാര്യം നാം മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോഡ്കാസ്റ്റിൽ പറഞ്ഞത്, വിമർശനം അനിവാര്യമാണ്, ഡെമോക്രസിയുടെ ശക്തിയാണ് വിമർശനം, നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ വിമർശിക്കപ്പെട്ടാൽ അദ്ദേഹം അതെങ്ങനെ എടുക്കും? ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ. സർവശക്തനാൽ അയക്കപ്പെട്ട മോദിജി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കാനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന്. അപ്പം ഡെമോക്രസി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്ന കാര്യമാണ് എന്ത് സംഭവിച്ചു അയോധ്യയിൽ. അയോധ്യ ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കി കർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നടന്ന ലോകസഭാ ഇലക്ഷനിൽ അവിടെ ആരാണ് ജയിച്ചത്? BJP-കാരനല്ല ജയിച്ചത്. അപ്പോൾ തന്നെ ജനമനസ്സുകളിൽ അമ്പലങ്ങൾ വയ്ക്കുന്നതല്ല, ജനസേവനത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്, ജനക്ഷേമാർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അത്യാവശ്യം എന്നതിൻ്റെ തെളിവാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, കോവിഡ് കാലത്ത്
കോവിഡ് കാലത്ത് ഗംഗാ നദിയിലൂടെയും യമുനയിലൂടെയും ഒക്കെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ് നാം ഓർമ്മിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പുഴകളിലൂടെ ഡെഡ് ബോഡീസ് ഒഴുകി നടന്നത്, അനാഥപ്രേതങ്ങൾ ഒഴുകി നടന്നത്? അവിടെ അവർക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്രയേറെ മരണങ്ങൾ ഉണ്ടായത്, അത്രയേറെ മരണങ്ങൾ അറിയാതെ പോയത്, റിപ്പോർട്ട് ചെയ്യാതെ പോയത്, പുഴകളിലൂടെ ഒഴുകി നടക്കേണ്ടി വന്നത്. ആ സ്ഥാനത്ത്, അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച സ്ഥാനത്ത് കുറേ ആശുപത്രികൾ, അതായത് UP എന്ന് പറയുന്നത് 80 ലോകസഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഏറ്റവും, അതായത് ദാരിദ്ര്യം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ഹങ്കർ ഇൻഡെക്സിൽ എത്രാമത്തെ സ്ഥാനം എന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഏറ്റവും താഴെ നിന്ന് 7ഓ 8ലോ മറ്റോ എത്തുന്ന തരത്തിൽ വളരെ മോശമാണ് അവരുടെ പെർ ക്യാപിറ്റ ഇൻകവും മറ്റെല്ലാം. അപ്പോൾ ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കാം എന്ന് കരുതുന്നതിന് പകരം ക്ഷേത്രം പണിതു. അതല്ല ഡെമോക്രസി ആവശ്യപ്പെടുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നത് തരത്തിലുള്ളതായിരുന്നു ജനത്തിൻ്റെ റെസ്പോൺസ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി നേരിട്ട് അനുഭവിച്ചത്. അദ്ദേഹം ലാർജ് മജോറിറ്റി കിട്ടും എന്ന് പറഞ്ഞ് ഇലക്ഷന് പോയിട്ട് അറിയാം, സഖ്യകക്ഷികളോട് കൂടിയല്ലാതെ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിപ്പോയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ സീറ്റ് നില.